അതിനൊപ്പം നേരത്തെ ശ്രീ വിജു പറഞ്ഞത് അനുസരിച്ചിട്ടാണെങ്കിൽ ഒരുപാട് യന്ത്ര സാമഗ്രികൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പ്രൊഡക്ഷനും ഉണ്ടാവുന്നില്ല, സ്ക്രാപ്പ് മാത്രമായിട്ട് കിടക്കുന്നു. അത് എടുത്തതടക്കം ഇത് ആര് ഈ പണം വന്ന വഴിയടക്കം അത് ഇത് മുകളിലേക്ക് അറിയിക്കാതെ നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ വലിയ തട്ടിപ്പുകളൊക്കെ ഇങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ഇത്രയും വലിയ ബാധ്യതയിലേക്ക് എത്തിച്ചതിന് പിറകിൽ പോലും ഒരു വലിയ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ ഒരു തൊഴിലാളി കൂട്ടം വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു അന്വേഷണമൊക്കെ അതിനകത്ത് വേണ്ടി വരും. പക്ഷെ ആ അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ ആ നിലപാട് അത് എടുക്കേണ്ടത് സർക്കാരാണ്. അത് എടുക്കും എന്ന് ഇന്നത്തെ പ്രതികരണം കേട്ടിട്ട് തോന്നുന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ചർച്ച ഒരു പോസിറ്റീവ് ആക്കി കൊണ്ടുപോകാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്ന്, രാജു വാഴക്കാല പറഞ്ഞു 60 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ ലാഭത്തിൽ പോകുന്നുണ്ടെന്ന്. ഞാൻ വെല്ലുവിളിക്കുന്നു. അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിൽ, കമ്പനി കൺസ്ട്രക്ഷൻ നടക്കുന്നതിൽ അഴിമതി നടത്തി ലാഭങ്ങൾ കുറച്ച് കമ്മീഷൻ അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. രണ്ടാമത്, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോ ചങ്ങാതി, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നന്നായി പോവാൻ ഒറ്റ കാര്യം ചെയ്യണം. ഇത് ചൈനയും അമേരിക്കയായിട്ടുള്ള യുദ്ധമൊന്നുമല്ല. നമ്മുടെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളി യൂണിയനും തൊഴിലാളികളും പൊതുജനങ്ങളും അവിടുത്തെ വരവ് ചെലവ് കണക്കുകൾ, ടെൻഡറുകൾ, പുതിയ ഓർഡറുകൾ, പുതിയ കമ്പനി രഹസ്യമായി സൂക്ഷിക്കേണ്ടത് ഒഴിച്ച് പർച്ചേസ് ചെയ്യണം. ഇപ്പൊ ഈ നമ്മുടെ ചർച്ചയിൽ കമ്പനിയുടെ ഒരു പ്രതിനിധി പറഞ്ഞല്ലോ, നിരവധി മിഷനറികളാണ് അവിടെ ഇറക്റ്റ് ചെയ്തിട്ട് ഒന്നും പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല. കാരണം അവർക്ക് ആ കമ്പനിയിൽ നിന്ന് സാധനം ഇറക്കുമതി ചെയ്തപ്പോ കിട്ടാനുള്ളത് നക്കാനുള്ളത് നക്കി കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത്, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരു പൊതു ഓഡിറ്റിങ്ങിനും അറ്റ്ലീസ്റ്റ് തൊഴിലാളികളും കൂടി അറിഞ്ഞുകൊണ്ട് ഒരു ഓപ്പൺ വെബ്സൈറ്റ് സുതാര്യത കൊണ്ടുവന്നാൽ ഇത് നടക്കും. അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവും ട്രേഡ് യൂണിയനും നന്നാവും, ഇനിയും നിരവധി പേർ മരിക്കും. തീർച്ചയായും പ്രതിസന്ധിയിലുള്ള ഒരു വലിയ ഒരു തൊഴിലാളി കൂട്ടം, അതിന്റെ കൂടി പ്രതിനിധിയായിട്ട് കൂടിയാണ് വിജു ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഒരാളായിരുന്നു ആത്മഹത്യ ചെയ്ത ഉണ്ണി. ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതമാകുന്ന ഉണ്ണിമാരുണ്ടാകരുത് എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെ അപ്പോഴും ഈ ആത്മഹത്യയുടെ കാരണം അറിയില്ല എന്ന് അന്വേഷിക്കാം എന്ന് സാവധാനത്തിൽ പറയുന്ന വകുപ്പും മന്ത്രിയുമൊക്കെ ഭയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് വേലി തന്നെ വിളവ് തിന്നുന്ന കാലത്ത് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്ന് അറിയില്ല. ഏതായാലും വളരെയധികം നന്ദി.